ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു രാജാവ് അദ്ദേഹം തൻ്റെ അയൽ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ യാത്രയായി. ഒരുപാട് രാജ്യങ്ങളെയും രാജാക്കന്മാരെയും അദ്ദേഹം സന്ദർശിച്ച് സംസാരിച്ച് സൗഹൃദം സ്ഥാപിച്ചു. ഏറ്റവും അവസാനത്തെ രാജ്യത്തെ രാജാവ് ഇയാൾക്ക് ഒരു സമ്മാനം കൊടുത്തു, 2 പഞ്ചവർണ്ണ കിളികളെ. രാജാവിന് വളരെ സന്തോഷമായി. കാരണം താൻ ഇതുവരെ കണ്ടതിലും വെച്ച് ഏറ്റവും മനോഹരമായ 2 കിളികളായിരുന്നു അത്. രാജാവ് കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം ഈ കിളികൾക്ക് പ്രത്യേക ട്രെയിനേഴ്സിനെ നിയമിച്ചു. ഈ കിളികൾക്ക് വേണ്ടി പ്രത്യേകമായ സ്ഥലമൊരുക്കി. ഈ പക്ഷിയെ ട്രെയിൻ ചെയ്യുന്ന ആള് പക്ഷികളെ വളരെ മനോഹരമായിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നു. ഒരിക്കല് ഇയാൾ രാജാവിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, അങ്ങ് നൽകിയ പഞ്ചവർണ്ണ കിളികളിൽ ഒരെണ്ണം വളരെ ഉയരത്തിൽ പറക്കുന്നുണ്ട്, പക്ഷേ മറ്റൊരു കിളി മാത്രം എപ്പോഴും ഒരു മരക്കൊമ്പില് പിടിച്ചിരിപ്പാണ്, അത് പറക്കുന്നില്ല. ഇത് കേട്ട രാജാവ് ഒത്തിരിയധികം വൈദ്യന്മാരെ വിളിച്ച് എന്താണ് ആ കിളിക്ക് പറ്റിയതെന്നറിയാനായിട്ട്. പലരും പരിശോധിച്ചിട്ടും എന്താണ് സംഭവിച്ചതെന്നോ അറിയാൻ പറ്റിയില്ല. അതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. രാജാവ് ഒരു കൃഷിക്കാരനെ വിളിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ആ കൃഷിക്കാരൻ വന്ന് ഈ കിളിയെ നോക്കി. കുറച്ചു നേരം കഴിഞ്ഞ് എല്ലാവരും നോക്കിയപ്പോൾ ഈ കിളി വളരെ ഉയരത്തിൽ പറക്കുന്നതാണ് അവര് കണ്ടത്. രാജാവിന് വളരെ സന്തോഷമായി. ഈ കൃഷിക്കാരൻ എന്താണ് ചെയ്തതെന്നറിയാനായിട്ട് രാജാവിന് ആഗ്രഹമായി. രാജാവ് ഈ കൃഷിക്കാരനെ വിളിപ്പിച്ചു. ഈ കൃഷിക്കാരൻ രാജാവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ വളരെ ഒരു ചെറിയ തന്ത്രമാണ് പ്രയോഗിച്ചത്. ആ കിളി ഇരുന്നിരുന്ന മരക്കൊമ്പ് ഞാൻ മുറിച്ചു കളഞ്ഞു. അങ്ങനെ ആ കിളി ഉയരത്തിൽ പറക്കാൻ തുടങ്ങി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു അന്ധനായ യാചകനെ നമ്മൾ കാണുന്നുണ്ട്. വഴിയരികില് ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന അന്ധനായ ഒരു യാചകൻ. ഇയാള് ക്രിസ്തു കടന്നു പോകുന്നത് അറിഞ്ഞ് വളരെ ഉയർന്ന സ്വരത്തില് സഹായത്തിന് അപേക്ഷിക്കുന്നുണ്ട്. ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവേ, എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞ്. ജനക്കൂട്ടം മുഴുവനും ഇയാൾ നിശബ്ദരാക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഇയാൾ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു കൊണ്ടിരുന്നു. ആ നിലവിളി ദൈവം കേൾക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അവസാനത്തെ പ്രതീക്ഷയും കൈവിട്ടു പോകുമ്പോഴാണ് നമ്മൾ ദൈവത്തിലേക്ക് തിരിയുക, നമ്മൾ ദൈവത്തിന്റെ അരികിലേക്ക് പറന്നുയരാനായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ മാത്രമാണ് നമുക്ക് ആരും ശല്യമാകാതെ നിൽക്കുക. ആരൊക്കെ തടയാൻ ശ്രമിച്ചാലും വീണ്ടും തീക്ഷ്ണതയോടുകൂടെ നമ്മൾ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിന്നെ തടഞ്ഞു നിർത്തുന്ന ചില മരക്കൊമ്പുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ദൈവത്തിലേക്ക് പറന്നുയരാനായിട്ട് നിനക്ക് വിമുഖത സൃഷ്ടിക്കുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ മുറിച്ചു കളയാം. അങ്ങനെ ദൈവത്തിലേക്ക് പറന്നുയരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.